ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഫോക്കസ് ഏരിയ ക്ലാസ്സുകളുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അക്കൗണ്ടൻസി പാർട്ട് 1 ചാപ്റ്റർ നമ്പർ 5 ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏരിയ അഥവാ ഫോക്കസ് ഏരിയ ആയി നമുക്ക് നൽകിയിട്ടുള്ള ഭാഗങ്ങളാണ്. ഒന്ന്, വാട്ട് ഈസ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ദെൻ സെക്കൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, തേർഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ദെൻ പ്രിപ്പറേഷൻ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. ഈ 4 ഏരിയ ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് മറ്റു തിയറി കാര്യങ്ങൾ കൂടി അതിന് മുന്നോടിയായി പറയേണ്ടതുണ്ടാവും. ആദ്യമായിട്ട് നമുക്ക് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേമും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. Dissolution of partnership means termination of the old partnership agreement and reconstruction of the firm due to admission, retirement and death of a partner. Usually, here the business will continue under a new agreement. Dissolution of partnership എന്ന് പറഞ്ഞാൽ ചില കാരണങ്ങൾ കൊണ്ട് നിലവിലുള്ള എഗ്രിമെൻ്റ് അവസാനിപ്പിച്ച് പുതിയൊരു എഗ്രിമെൻ്റ് ഫോം ചെയ്ത് ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെയാവാം ആ കാരണങ്ങൾ? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, അമാൽഗമേഷൻ ഓഫ് 2 പാർട്ട്ണർഷിപ്പ് ഫേംസ്, അതും അല്ലെങ്കിൽ നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ നിലവിലുള്ള എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് അവസാനിപ്പിക്കുകയും പുതിയൊരു എഗ്രിമെൻ്റ് ഫോം ചെയ്യുകയും ആ പുതിയൊരു എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്ത് സ്ഥാപനം പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യമാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ കാര്യങ്ങൾ മുൻ ചാപ്റ്ററുകളിലായി കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് തന്നെയാണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. നിലവിലുള്ള എഗ്രിമെൻറ്റിൽ മാറ്റം വരിക എന്നുള്ളതാണ്. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് ഈക്വൽ ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയാൻ പറ്റും. എന്തൊക്കെയാണ് കാരണങ്ങൾ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ദെൻ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. ഇവിടെ വാക്ക് ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം, നമ്മൾ ഇതിനെ ചുരുക്കിയിട്ട് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയാറുണ്ട്. ഓക്കെ, എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം? ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഓർ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം മീൻസ് ദാറ്റ് ദ ഫേം ക്ലോസസ് ഡൗൺ ഇറ്റ്സ് ബിസിനസ് ആൻഡ് കംസ് ടു ആൻ എൻഡ്. നിലവിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അതിൻ്റെ എല്ലാ ബിസിനസ്സുകളും അവസാനിപ്പിച്ചുകൊണ്ട് ആ സ്ഥാപനം അടച്ചുപൂട്ടി ആ സ്ഥാപനത്തിൻ്റെ എല്ലാത്തരം ബിസിനസ്സുകളും അവസാനിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഓർ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. നിലവിലുള്ള എല്ലാ ബിസിനസ്സും അവസാനിപ്പിക്കുന്നു, സ്ഥാപനത്തിൻ്റെ മൊത്തം അസറ്റുകളും വിറ്റൊഴിവാക്കുന്നു, എല്ലാ ലാബിലിറ്റീസും ക്ലോസ് ചെയ്യുന്നു, സ്ഥാപനം അടച്ചുപൂട്ടി പാർട്ട്നേഴ്സ് മടങ്ങുന്നു, അവരുടെ എഗ്രിമെൻറ്റ് അവസാനിപ്പിച്ച് ഒഴിവാക്കുന്നു. When the agreement between all the partners comes to an end, it is called dissolution of a firm. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള എഗ്രിമെൻറ്റ് അവസാനിപ്പിക്കുന്ന ആ സിറ്റുവേഷൻ, അവസാനിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ദ അസറ്റ്സ് ഓഫ് ദ ഫേം ആർ സോൾഡ് ഓഫ് ആൻഡ് ലാബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. ഡിസൊല്യൂഷനിൽ നമ്മൾ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എല്ലാ അസറ്റ്സിനെയും വിറ്റൊഴിവാക്കുന്നു, ആ ഫണ്ട് ഉപയോഗിച്ച് എല്ലാ ലാബിലിറ്റിയെയും പേ ഓഫ് ചെയ്യുന്നു. എല്ലാ ബിസിനസ്സിനും ഒരുപാട് അസറ്റ്സ് ഉണ്ടാവും, ഒരുപാട് ലാബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ സ്ഥാപനം അടച്ചുപൂട്ടാണ്. ഈ പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചുപൂട്ടുമ്പോൾ എല്ലാ അസറ്റുകളും വിൽക്കുന്നു, എല്ലാ ലാബിലിറ്റീസും കൊടുത്തു തീർക്കുന്നു. ആൻഡ്
ഔട്ട് ഓഫ് ദ റിമൈനിങ് എമൗണ്ട് ദ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് ആർ സെറ്റിൽഡ്. അങ്ങനെ അസറ്റൊക്കെ വിറ്റ് ലാബിലിറ്റി ഒക്കെ കൊടുത്ത് തീർത്ത് ബാക്കി വല്ല പണവും ഉണ്ടെങ്കിൽ, ഫണ്ട് ഉണ്ടെങ്കിൽ, ആ എമൗണ്ട് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് വീതം വെക്കുന്നു. അതോടുകൂടി സ്ഥാപനം അവസാനിക്കുന്നു. ഓക്കെ. ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ടേക്സ് പ്ലേസ് ഇൻ എനി ഫോളോയിങ് വേസ്. താഴെ പറയുന്ന പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യാം. ഒന്ന്, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. എ ഫേം ഈസ് ഡിസോൾവ്ഡ് വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ് ഓർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അതിലെല്ലാ പാർട്ട്നേഴ്സും സംസാരിച്ചു തീരുമാനിക്കുകയാണ്, അവർ എഗ്രിമെൻ്റ് വഴി ഈ സ്ഥാപനം അടച്ചുപൂട്ടുകയാണെന്ന് തീരുമാനിക്കുന്ന ആ ഒരു കേസാണ് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻറ്റിലെ ഒന്ന്. പാർട്ട്ണർഷിപ്പ് ഫേം സ്ഥിരമായി നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പാർട്ട്നേഴ്സിനും മനസ്സിലായി ഇനിയും മുന്നോട്ട് പോയാൽ നമ്മുടെ നഷ്ടം കൂടുകയേ ഉള്ളൂ. അപ്പോൾ അവർ കൂട്ടായ ഒരു തീരുമാനമെടുത്തു, സ്ഥാപനം അടച്ചുപൂട്ടാം. ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെൻ്റ് ആണ്. അതുപോലെ ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ്. നേരത്തെ അവർ തയ്യാറാക്കിയുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, സ്ഥാപനം 4 വർഷം തുടർച്ചയായിട്ട് നഷ്ടത്തിൽ ഓടുകയാണെങ്കിൽ സ്ഥാപനം അടച്ചു പൂട്ടണം. അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിലൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് വഴി എന്ത് ചെയ്യാം, സ്ഥാപനം അടച്ചുപൂട്ടാം, ഡിസോൾവ് ചെയ്യാം. ദെൻ കമ്പൽസറി ഡിസൊല്യൂഷൻ. എ ഫേം ഈസ് ഡിസോൾവ്ഡ് കമ്പൽസറിലി ഇൻ ദ ഫോളോയിങ് കേസസ്. നിർബന്ധമായിട്ടും സ്ഥാപനം അടച്ചു പൂട്ടേണ്ട ചില സാഹചര്യങ്ങളാണ്. വെൻ ഓൾ ദ പാർട്ട്നേഴ്സ് ഓൾ ആർ ബട്ട് വൺ ബിക്കംസ് ഇൻസോൾവെന്റ് റെൻഡറിങ് ദം ഇൻകോമ്പിറ്റന്റ് ടു സൈൻ കോൺട്രാക്ട്. ഏതെങ്കിലും ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരാളൊഴികെ മറ്റുള്ള എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെൻ്റായി. ഇൻസോൾവെൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അയാൾ പാപ്പരാവുക, ഒരാൾ പാപ്പരാവുക. പാപ്പരാവുക മീൻസ് ഒരാളുടെ അസറ്റ്സ് അയാളുടെ ടോട്ടൽ ലാബിലിറ്റീസിനെക്കാട്ടിലും വളരെ കുറഞ്ഞ നിലയിലായി. അയാളുടെ ലാബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ അയാളുടെ അസറ്റുകൾ മുഴുവൻ വിറ്റ് തീർത്ത് അതിനുശേഷം അയാൾക്ക് ലാബിലിറ്റി ബാക്കിയാണ്, യാതൊരു തരത്തിലുള്ള അസറ്റുകളും അയാളുടെ കയ്യിലില്ല. ആ ഒരു സിറ്റുവേഷൻ അയാൾ പാപ്പരാണ് എന്ന് നമ്മൾ പറയും, ഇൻസോൾവെൻ്റ് ആണ്. ഇത് കോർട്ട് ഡിക്ലെയർ ചെയ്യണം ഇയാൾ ഇൻസോൾവെൻ്റ് ആണെന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്കിതിൽ ഇവിടെ പറയാനില്ല. അതായത് ഒരു പാർട്ട്ണർ ഒഴികെ മറ്റുള്ള മുഴുവൻ പാർട്ട്നേഴ്സും അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവ് ആവുന്ന കണ്ടീഷനിൽ നിർബന്ധമായിട്ടും ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിരിക്കണം. ദെൻ വെൻ ദ ബിസിനസ് ഓഫ് ദ ഫേംസ് ബിക്കംസ് ഇല്ലീഗൽ. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ, നിലവിലുള്ള അവരുടെ ബിസിനസ് നിയമപരമായി തെറ്റായ ഒന്നായി മാറി പെട്ടെന്നൊരു ദിവസം. ഫോർ എക്സാമ്പിൾ, ഒരു മദ്യനിരോധനം വന്ന സമയത്ത് മദ്യം വിൽക്കുന്ന ആ ഒരു ലീഗൽ ബിസിനസ് എന്ത് മാറ്റം ഉണ്ടായി? ഇല്ലീഗലായി മാറി. സോ അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്ത എല്ലാ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റുകളും അവസാനിപ്പിക്കേണ്ടതായി വരും, സ്ഥാപനം അടച്ചുപൂട്ടേണ്ടതായി വരും. ദെൻ നിർബന്ധമായിട്ടും ഫേം അടച്ചുപൂട്ടേണ്ട മറ്റൊരു സാഹചര്യമാണ് വെൻ സം ഇവന്റ് ഹാസ് ടേക്കൺ പ്ലേസ് വിച്ച് മേക്സ് ഇറ്റ് അൺലോഫുൾ ഫോർ ദ പാർട്ട്നേഴ്സ് ടു ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ദ ഫേം ഇൻ പാർട്ട്ണർഷിപ്പ്. എക്സാമ്പിൾ, വെൻ എ പാർട്ട്ണർ ഹു ഈസ് എ സിറ്റിസൺ ഓഫ് എ കൺട്രി becomes an alien enemy because of the declaration of war with his country and India. പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോകുന്നത് മറ്റൊരു രീതിയിൽ അൺലോഫുൾ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അതിനൊരു എക്സാമ്പിളാണ് ഇന്ത്യയും മറ്റൊരു രാജ്യവും തമ്മിലുള്ള യുദ്ധമുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ യുദ്ധം നടക്കുന്ന എതിർ രാജ്യത്തെ ഒരു പൗരനുമായിട്ട് ഇന്ത്യയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ ആ പൗരൻ സ്വാഭാവികമായിട്ടും ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അയാളുമായുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഇന്ത്യയിൽ ക്ലോസ് ചെയ്യേണ്ടി വരും. ഓക്കെ. ദെൻ മറ്റൊരു കേസ്, ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിൻജൻസീസ് സബ്ജക്ട് ടു ദ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് എ ഫേം ഈസ് ഡിസോൾവ്ഡ്. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതി വെച്ചിട്ടുള്ള പ്രകാരം ചില കണ്ടിൻജൻസീസ്, ഒരു അനിശ്ചിതമായിട്ടുള്ള ചില സംഭവങ്ങളാണ്, അത് ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അങ്ങനെ ചില സംഭവങ്ങൾ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ സ്ഥാപനം അടച്ചു പൂട്ടുകയും വേണ്ടി വരും. ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളാണ് ഇഫ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എ ഫിക്സഡ് ടേം ബൈ ദ എക്സ്പയറി ഓഫ് ദാറ്റ് ടേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തത് ഒരു പ്രത്യേക കാലത്തേക്ക് മാത്രമാണ്. 5 വർഷത്തേക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്തു. 5 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരും. Then B, if constituted to carry out one or more ventures by the completion thereof.
ഈ സ്ഥാപനം ആരംഭിച്ചത് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പാലം പണിയാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ആരംഭിച്ചു. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതിയിട്ടുണ്ട് ഈ പാലം പണിക്ക് വേണ്ടി മാത്രമാണ് ഈ പാർട്ട്ണർഷിപ്പ് എന്ന്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? പാലം പണി പൂർത്തിയാവുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേം ക്ലോസ് ചെയ്യും. ഓക്കെ. ദെൻ ബൈ ദ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണറുടെ മരണം കൊണ്ട് ഡിസോൾവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 2 പാർട്ട്നേഴ്സ് ഉള്ള ഒരു സ്ഥാപനമാണ്. ഒരു പാർട്ട്ണർ മരിച്ചാൽ പിന്നെ അവിടെ പാർട്ട്ണർഷിപ്പ് ഇല്ല. ഓക്കെ, ആ ഒരു സാഹചര്യം. ദെൻ ബൈ ദ അഡ്ജൂഡിക്കേഷൻ ഓഫ് എ പാർട്ട്ണർ ആസ് ഇൻസോൾവെന്റ്, ഒരു പാർട്ട്ണർഷിപ്പിലെ ഒരു പാർട്ട്ണറെ കോർട്ട് ഇൻസോൾവെന്റ് ആയി പ്രഖ്യാപിച്ചു, പാപ്പരായി പ്രഖ്യാപിച്ചു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അടച്ചുപൂട്ടേണ്ടി വരും. ദെൻ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. ഇൻ കേസ് ഓഫ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ, the firm may dissolve if any of the partners gives a notice writing to the other partners signifying his intention of seeking dissolution of the firm. ഈ പാർട്ട്ണർഷിപ്പ് ഫേം പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ ആണെങ്കിൽ, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ എന്താണെന്ന് ബിസിനസ് സ്റ്റഡീസിൽ. അത്തരം പാർട്ട്ണർഷിപ്പിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ സ്ഥാപനം അടച്ചു പൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് മറ്റു പാർട്ട്നേഴ്സിന് ഒരു നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ ഈ സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വരാം. Then 5th, dissolution by court. At the suit of a partner, the court may order a partnership firm to be dissolved on any of the following grounds. കോടതി ഇടപെടൽ കൊണ്ട് പലപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചു പൂട്ടേണ്ടതായി വരാം. എന്തൊക്കെയാണ് അതിന് കാരണങ്ങൾ? when a partner becomes insane, ഒരു പാർട്ട്ണർക്ക് ബുദ്ധിയില്ലാണ്ടായി, ഭ്രാന്തായി, അയാൾ സ്ഥാപനത്തിന് വലിയ ശല്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ വേണ്ടി അയാളുടെ ആവശ്യപ്പെട്ടാൽ അയാൾ അംഗീകരിക്കുന്നില്ല. ആ ഒരു കേസിൽ മറ്റേതെങ്കിലും പാർട്ട്നേഴ്സ് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാം. ഈ സ്ഥാപനം അടച്ചു പൂട്ടാനുള്ള പെർമിഷൻ തരണം എന്ന് പറഞ്ഞ് കോടതിയോട് ആവശ്യപ്പെട്ട് കോടതി അതിന് പെർമിഷൻ നൽകി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സ്ഥാപനം ഡിസോൾവ് ചെയ്യാം. ദെൻ when a partner becomes permanently incapable of performing his duties as a partner, സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ അയാൾക്ക് സ്ഥിരമായിട്ട് സ്ഥാപനത്തിന് വേണ്ട ഡ്യൂട്ടീസ്, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലും കോടതിയെ സമീപിച്ച് അടച്ചു പൂട്ടാനുള്ള ഓർഡർ വാങ്ങാവുന്നതാണ്. Then when a partner is guilty of misconduct which is likely to adversely affect the business of the firm, ഈ സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ എന്തെങ്കിലും കുറ്റങ്ങളിൽ ഒരു കുറ്റവാളിയായി മാറുകയാണ്, ഒരു കൊലപാതക കേസിൽ പ്രതിയായി മാറി. അത്തരം സാഹചര്യത്തിൽ മറ്റു പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം? കോടതിയെ സമീപിച്ച് ഈ സ്ഥാപനം അടച്ചു പൂട്ടാനുള്ള ഓർഡർ വാങ്ങാവുന്നതാണ്. Then when a partner persistently commits breach of partnership agreement, ഒരു പാർട്ട്ണർ സ്ഥിരമായിട്ട് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിലെ എഗ്രിമെൻറ്റിലെ കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുക. അത്തരം സാഹചര്യത്തിലും എന്ത് ചെയ്യാം? മറ്റേതെങ്കിലും പാർട്ട്നേഴ്സിന് കോടതിയെ സമീപിക്കാം. കോടതി അതിനുള്ള അനുവാദം നൽകിക്കഴിഞ്ഞാൽ സ്ഥാപനം അടച്ചുപൂട്ടാം. Then when the business of the firm cannot be carried on except at a loss, ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നഷ്ടത്തിലല്ലാതെ മുന്നോട്ട് പോവാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും ഇതുപോലെ കോർട്ട് ഇടപെടൽ വഴി സ്ഥാപനം അടച്ചുപൂട്ടാം. Then when on any ground the court regards dissolution to be just and equitable, ഇനി മറ്റേത് സാഹചര്യത്തിലും ഏതെങ്കിലും ഒരു പാർട്ട്ണർ കോർട്ടിനെ സമീപിച്ച് കോർട്ടിന് ബോധ്യപ്പെടുകയാണ് ഈ സ്ഥാപനം അടച്ചു പൂട്ടുന്നതാണ് നീതി എന്ന് മനസ്സിലാക്കി അതിന് ഓർഡർ നൽകുകയാണെങ്കിൽ ആ രീതിയിലും എന്ത് ചെയ്യാം? ഒരു സ്ഥാപനം അടച്ചുപൂട്ടപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. 1 ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്, 2 കമ്പൽസറി ഡിസൊല്യൂഷൻ, 3 ഓൺ ദ ഹാപ്പനിങ് ഓഫ് സർട്ടൻ കണ്ടിൻജൻസീസ്, 4 ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, 5 ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. ഓക്കെ, നമുക്ക് ഈ കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം? ഫോക്കസ് പോയിന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരും എന്ന് ഏകദേശം ഉറപ്പിക്കാം. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാണ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം അടച്ചുപൂട്ടുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? നമ്മളിതിനെ 3 ഹെഡിലായിട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഒന്ന് ബേസിസ്, നമ്മൾ ഈ ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന അടിസ്ഥാനം എന്താണ്. 2ാമത്തെ കോളം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, 3ാമത്തെ കോളം ഡിസൊല്യൂഷൻ ഓഫ് ഫേം. എന്തൊക്കെയാണ് വ്യത്യാസം? ഒന്ന്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്, ബിസിനസ് അവസാനിക്കുന്നില്ല. പുതിയ എഗ്രിമെൻ്റ് വരും,
പഴയ എഗ്രിമെൻറ്റ് പോവും, ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ദ ബിസിനസ് ഓഫ് ദ ഫേം ഈസ് ക്ലോസ്ഡ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ സ്ഥാപനം അടച്ചുപൂട്ടലാണ്, സ്ഥാപനത്തിൻ്റെ ആ ലൈഫ് അവിടെ അവസാനിക്കുകയാണ്. സോ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ് തുടരും, ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ സ്ഥാപനം അവസാനിക്കും. മറ്റൊരു വ്യത്യാസം സെറ്റിൽമെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ഈ ഒരു കാര്യത്തെ ബേസ് ചെയ്ത് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ റീവാല്യൂഡ് ആൻഡ് എ ന്യൂ ബാലൻസ് ഷീറ്റ് ഈസ് ഡ്രോൺ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ എന്ത് ചെയ്യുന്നു? അസറ്റ് ആൻഡ് ലാബിലിറ്റീസിനെ റീവാല്യൂ ചെയ്യുകയാണ്. റീവാല്യൂഷൻ അക്കൗണ്ടൊക്കെ തയ്യാറാക്കി എല്ലാ അസറ്റും ലാബിലിറ്റിയും റീവാല്യൂ ചെയ്ത് പുതിയ ബാലൻസ് ഷീറ്റിൽ അസറ്റിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും റീവാല്യൂഡ് എമൗണ്ട് ആണ് രേഖപ്പെടുത്തുന്നത്. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിലോ അസറ്റ്സ് ആർ സോൾഡ് ആൻഡ് ലാബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. എല്ലാ അസറ്റും വിൽക്കുന്നു, എല്ലാ ലാബിലിറ്റീസും അടച്ചു തീർക്കുന്നു. ദെൻ മൂന്നാമത്തെ വ്യത്യാസം കോർട്ട് ഇൻ്റർവെൻഷൻ. കോർട്ട് ഡസ് നോട്ട് ഇൻ്റർവെൻ ബിക്കോസ് പാർട്ട്ണർഷിപ്പ് ഈസ് ഡിസോൾവ്ഡ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ഈ സ്ഥാപനം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മ്യൂച്വൽ എഗ്രിമെൻറ്റ് വഴിയാണ്. ആ സ്ഥാപനത്തിലെ എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് വഴിയാണ് സ്ഥാപനം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. At the same time, in the case of dissolution of firm, a firm can be dissolved by the court's order. അവിടെ എന്ത് ചെയ്യാം? ഒരു കോർട്ട് ഓർഡർ വഴിയും പലപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യേണ്ടി വന്നേക്കാം, അടച്ചു പൂട്ടേണ്ടി വന്നേക്കാം. അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ കോർട്ട് ഇൻ്റർവെൻഷൻ ഉണ്ടാവാറുണ്ട്. ദെൻ എക്കണോമിക് റിലേഷൻഷിപ്പ്. എക്കണോമിക് റിലേഷൻഷിപ്പിൻ്റെ കേസ് എന്താ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദ പാർട്ട്നേഴ്സ് continues through a changed form. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് കണ്ടിന്യൂസ്, തുടരുന്നു അല്ലേ, അത് അവസാനിക്കുന്നില്ല. പുതിയൊരു എഗ്രിമെൻറ്റ് വന്ന് അവരുടെ ആ സാമ്പത്തികമായിട്ടുള്ള ബന്ധം തുടരുന്നു. അറ്റ് ദ സെയിം ടൈം ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് കംസ് ടു ആൻ എൻഡ്. അവസാനിക്കാണ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റ് മുഴുവനായി അവസാനിച്ച് അവർ തമ്മിലുള്ള സാമ്പത്തികമായ ബന്ധം അവസാനിപ്പിച്ച് സ്ഥാപനം അടച്ചുപൂട്ടുകയാണ്. ഓക്കെ. ദെൻ ക്ലോസർ ഓഫ് ബുക്സ്. ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഡസ് നോട്ട് റിക്വയർ ബിക്കോസ് ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. എന്താ കാര്യം? സ്ഥാപനം തുടരുന്നുണ്ട്, നിലവിലുള്ള എഗ്രിമെൻ്റ് മാത്രമാണ് മാറുന്നത്. അതുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് വരുത്താനുള്ളത്. ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും അവസാനിപ്പിക്കുന്നു. ഇറ്റ് മേ ഓർ മേ നോട്ട് ഇൻവോൾവ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ അപൂർവം സാഹചര്യങ്ങളിൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം കൂടി ഉൾപ്പെടാറുണ്ട്. അഥവാ എഗ്രിമെൻ്റ് അവസാനിപ്പിച്ച് പുതിയ എഗ്രിമെൻ്റ് വരുമ്പോൾ നിലവിലുള്ള ഫേമിനെ പൂർണ്ണമായി അടച്ചുപൂട്ടി തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ ഫേം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇറ്റ് നെസസറിലി ഇൻവോൾവ്സ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൻ്റെ കേസിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് കമ്പൽസറിയാണ്. എഗ്രിമെൻറ്റ് മാറുകയാണ് അഥവാ അത് അവസാനിപ്പിക്കുകയാണ്. ദെൻ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചുപൂട്ടുന്നു, അതിൻ്റെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും ക്ലോസ് ചെയ്യുന്നു. നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ആവശ്യമായ അക്കൗണ്ടിങ് വർക്കുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, ദ ഫേം സീസസ് ടു കണ്ടക്ട് ബിസിനസ് ആൻഡ് ഹാസ് ടു സെറ്റിൽ ഇറ്റ്സ് അക്കൗണ്ട്സ്. ഫോർ ദിസ് പർപ്പസ് ഇറ്റ് ഡിസ്പോസസ് ഓഫ് all its assets for settling all its liabilities. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ സ്ഥാപനം അടച്ചുപൂട്ടുകയാണ്, അതിൻ്റെ ബിസിനസ് അവസാനിപ്പിക്കുകയാണ്. സോ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്ഥാപനത്തിൻ്റെ എല്ലാ അസറ്റുകളും വിറ്റൊഴിവാക്കുന്നു, എന്നിട്ട് എല്ലാ ലാബിലിറ്റീസിനെയും അടച്ചു തീർക്കുന്നു. The following rules as provided in section 48 of the Partnership Act 1932 shall apply. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് ആക്ടിലെ സെക്ഷൻ 48 പറയുന്ന കുറേ റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ലോസസ്. സ്ഥാപനത്തിൻ്റെ നഷ്ടങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നോക്കുക. ലോസസ് ഇൻക്ലൂഡിംഗ് ഡെഫിഷ്യൻസീസ് ഓഫ് ക്യാപിറ്റൽ ഷാൽ ബി പെയ്ഡ് ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്, ദെൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ്, ആൻഡ് തേർഡ് ലാസ്റ്റ്ലി ഇഫ് നെസസറി ദ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി അറ്റ് ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സ്ഥാപനത്തിൻ്റെ ലോസുകളെ നമ്മൾ തീർക്കേണ്ടത്, നഷ്ടങ്ങളെ തീർക്കേണ്ടത്
ആദ്യമായിട്ട് പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ്, രണ്ടാമതായിട്ട് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ്, മൂന്നാമതായിട്ട് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഇൻഡിവിജ്വലായിട്ടും ചെയ്യേണ്ടതാണ്. സ്ഥാപനത്തിന് കുറേ നഷ്ടങ്ങളുണ്ട്, അതേസമയം സ്ഥാപനത്തിൻ്റെ കയ്യിൽ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നഷ്ടം നികത്താൻ വേണ്ടി ആദ്യം എടുക്കേണ്ടത് ഈ പ്രോഫിറ്റിനെയാണ്. ആ പ്രോഫിറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് ഉള്ള ആ എമൗണ്ട് ഉപയോഗിച്ചിട്ട് നഷ്ടം നികത്തണം. ആ ക്യാപിറ്റലും തീർന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഓരോ പാർട്ട്ണറും ഇൻഡിവിജ്വലായിട്ട് അവർ വീട്ടിൽ നിന്നും ക്യാഷ് കൊണ്ടുവന്ന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് അങ്ങനെ കൊണ്ടുവരേണ്ടത്, ആ നഷ്ടങ്ങൾ നികത്തേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ്, ദെൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, ദെൻ ലാസ്റ്റ്ലി ഔട്ട് ഓഫ് ഈച്ച് പാർട്ട്ണർ ഇൻഡിവിജ്വലി ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദെൻ പാർട്ട്ണർഷിപ്പ് ആക്ട് സെക്ഷൻ 48 പറയുന്ന മറ്റൊരു കാര്യമാണ് ആപ്ലിക്കേഷൻ ഓഫ് അസറ്റ്സ്. The assets of the firm, including any sum contributed by the partners to make up deficiencies of capital, shall be applied in the following manner and order. സ്ഥാപനത്തിൻ്റെ അസറ്റ് എല്ലാം വിറ്റ് കിട്ടി, ആ കിട്ടിയ എമൗണ്ട് ഇനിയും നഷ്ടങ്ങളിലേക്ക് നികത്താൻ വേണ്ടി പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന എമൗണ്ട് ഉൾപ്പെടെ നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരിക്കും. ആ ക്യാഷിനെ നമ്മൾ കൊടുത്തു തീർക്കേണ്ടത്, ലാബിലിറ്റീസ് കൊടുത്തു തീർക്കേണ്ട ആ ഓർഡറാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇൻ പേയിങ് ദ ഡെപ്റ്റ്സ് ഓഫ് ദ ഫേം ടു തേർഡ് പാർട്ടീസ്. ആദ്യം കൊടുക്കേണ്ടത് തേർഡ് പാർട്ടീസിനുള്ള കടങ്ങളാണ്. തേർഡ് പാർട്ടീസ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ഭാഗമല്ലാത്ത ആളുകൾ, മൂന്നാം കക്ഷികൾ, അഥവാ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ലോൺ, ഏതെങ്കിലും പാർട്ട്ണറുടെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ക്യാഷ്, ലോൺ, കടമായിട്ട് വാങ്ങിയ എമൗണ്ടുകൾ, ഇതെല്ലാം തേർഡ് പാർട്ടീസിൻ്റെയാണ്, മൂന്നാം കക്ഷികളുടെയാണ്. അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടാണ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. ദെൻ രണ്ടാമതായിട്ട് കൊടുക്കേണ്ടത് ഇൻ പേയിങ് ഓഫ് പാർട്ട്നേഴ്സ് ലോൺ. ഏതെങ്കിലും പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റലിന് പുറമെ സ്ഥാപനത്തിന്, ഫേമിന് ക്യാഷ് കടമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമതായി കൊടുത്തു തീർക്കേണ്ടത് പാർട്ട്നേഴ്സ് ലോണാണ്. ദെൻ മൂന്നാമതായിട്ട് കൊടുത്തു തീർക്കേണ്ടത് പാർട്ട്നേഴ്സ് ക്യാപിറ്റലാണ്. മൂന്നാം കക്ഷികൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുത്തു തീർത്തു, പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള ലോൺ എമൗണ്ട് കൊടുത്തു തീർത്തു. ദെൻ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ കൊടുത്തു തീർക്കാം ഓരോ പാർട്ട്ണറുടെയും. ദെൻ നാലാമതായിട്ട് ദ ബാലൻസ് ഇഫ് എനി ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ നമ്മളായിരിക്കും ഒരു ഫേമിൻ്റെ അക്കൗണ്ടൻ്റ് എന്ന രീതിയിൽ അതിൻ്റെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ഥാപനത്തിൻ്റെ അസറ്റ്സ് എല്ലാം വിറ്റ് കിട്ടിയ ക്യാഷ് ഉപയോഗിച്ച് ലാബിലിറ്റീസ് ഒക്കെ തീർക്കുന്ന സമയത്ത് ആദ്യം കൊടുക്കേണ്ടത് മൂന്നാം കക്ഷികൾക്കുള്ള, തേർഡ് പാർട്ടീസിനുള്ള ലാബിലിറ്റീസ് ആണ് തീർക്കേണ്ടത്. രണ്ടാമതായിട്ട് പാർട്ട്നേഴ്സ് ലോണാണ്, മൂന്നാമതായിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്, നാലാമതായിട്ട് ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ, ഈ ആദ്യത്തെ മൂന്നിലും കൊടുത്തു തീർത്തതിന് ശേഷം ബാലൻസ് വല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഓക്കെ. ദെൻ accounting treatment. When the firm is dissolved, its books of accounts are closed and the profit or loss arising on realization of its assets and discharge of liabilities is to be computed. For this purpose, a realization account is prepared to ascertain the net effect, profit or loss of the realization of assets and payment of liabilities, which is transferred to partners' capital accounts in their profit sharing ratio. ഒരു സ്ഥാപനം അടച്ചുപൂട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ അസറ്റുകളെയും വിറ്റൊഴിവാക്കുന്നു, എല്ലാ ലാബിലിറ്റീസും പേ ഓഫ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ അസറ്റുകളെയും വിറ്റ് ലാബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ ഉണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അക്കൗണ്ട് തയ്യാറാക്കുന്നുണ്ട്. ആ അക്കൗണ്ടിൻ്റെ പേരാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ascertain the net profit or loss on realization of assets and payment of liabilities. അങ്ങനെ റിയലൈസേഷൻ അക്കൗണ്ടിന് പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ റിയലൈസേഷൻ അക്കൗണ്ട് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു ഡിസ്പോസ് ദ അസറ്റ്സ് ഓഫ് ദ ഫേം ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ് ടു ഓൾ ക്രെഡിറ്റേഴ്സ് and to find out the profit on realization of assets and payment of liabilities. Realization account ഒരു നോമിനൽ അക്കൗണ്ടാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഡിസ്പോസ് ദ അസറ്റ്സ് ഓഫ് ദ ഫേം. ഇത് തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
സ്ഥാപനത്തിൻ്റെ എല്ലാ അസറ്റുകളും ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി അഥവാ വിറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി. ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ് ടു ഓൾ ക്രെഡിറ്റേഴ്സ്, എല്ലാ ക്രെഡിറ്റേഴ്സിനും പേയ്മെൻറ്റുകൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ലാബിലിറ്റീസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെ എല്ലാ അസറ്റും വിറ്റ് എല്ലാ ലാബിലിറ്റീസും പേ ഓഫ് ചെയ്ത് അതിൽ നിന്ന് വല്ല പ്രോഫിറ്റോ ലോസോ ഉണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്? ഓൾ അസറ്റ്സ് അതർ ദാൻ ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക് ബാലൻസ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഇഫ് എനി, ആൻഡ് ഓൾ എക്സ്റ്റേണൽ ലാബിലിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദിസ് അക്കൗണ്ട്. എല്ലാ അസറ്റുകളും ആദ്യം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എല്ലാ അസറ്റുകളും എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് അസറ്റ്സിനെ മാറ്റി നിർത്തണം. ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്, 2 ക്യാഷ് അറ്റ് ബാങ്ക് ആണ്, മൂന്നാമത്തത് ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന കാറ്റഗറിയിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരാവുന്ന ഒരു ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, അഥവാ അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസ് ആണ്. അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. നമ്മൾ പല ക്ലാസ്സുകളിലും അത് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ അസറ്റുകളും അഥവാ 3 ടൈപ്പ് അസറ്റുകൾ ഒഴികെയുള്ള എല്ലാ അസറ്റുകളെയും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓൾ എക്സ്റ്റേണൽ ലാബിലിറ്റീസിനെ ട്രാൻസ്ഫർ ചെയ്യുക. എക്സ്റ്റേണൽ ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് പാർട്ടീസിന് കൊടുക്കാനുള്ള എമൗണ്ട്, അത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ഇറ്റ് ആൾസോ റെക്കോർഡ്സ് ദ സെയിൽ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ലാബിലിറ്റീസ് ആൻഡ് റിയലൈസേഷൻ എക്സ്പെൻസ്. അതുകൂടാതെ സെയിൽ ഓഫ് അസറ്റ്സും നമ്മൾ ഈ റിയലൈസേഷൻ അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുന്നത്. പേയ്മെൻറ്റ് ഓഫ് ലാബിലിറ്റീസും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുന്നത്. അതുകൂടാതെ മറ്റൊരു ഐറ്റം കൂടി വരും, റിയലൈസേഷൻ എക്സ്പെൻസ്. നമുക്ക് ഈ അസറ്റുകളൊക്കെ വിൽക്കാനും ലാബിലിറ്റി ഒക്കെ പേ ഓഫ് ചെയ്യാനും വന്ന ചെലവ്. ദെൻ ദ ബാലൻസ് ഇൻ ദിസ് അക്കൗണ്ട് ഈസ് ടേംഡ് ആസ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഇൻ ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ അക്കൗണ്ടിൻ്റെ ബാലൻസിനെ നമ്മൾ റിയലൈസേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ ലോസ് എന്ന് പറയും. നിങ്ങൾ മാറിപ്പോവരുത്, റിയലൈസേഷൻ ആണ് ഇവിടെ. റീകോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിച്ചത് റീവാലുവേഷൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഫിറ്റ് ഓർ ലോസ് സാധാരണ പോലെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്സ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. അതിൻ്റെ കൂടെ അതിൻ്റെ ജേണൽ എൻട്രീസും പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 1, ക്ലോസ് ഓൾ ദ അസറ്റ്സ് എക്സെപ്റ്റ് ക്യാഷ്, ബാങ്ക് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ബൈ ഡെബിറ്റിംഗ് റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ജേണൽ എൻട്രി എന്തായിരിക്കും? റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു അസറ്റ്സ്. ഓരോ അസറ്റും ഇൻഡിവിജ്വലായിട്ട് ആ അസറ്റിന് ബാലൻസ് ഷീറ്റിൽ കാണുന്ന വാല്യൂ ഏതാണോ അതാണ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു അസറ്റ്സ്. അസറ്റ് അക്കൗണ്ടുകളെ ക്ലോസ് ചെയ്യുന്നു. എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്? അതിനെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പാണ് ക്ലോസ് എക്സ്റ്റേണൽ ലാബിലിറ്റീസ്. എല്ലാ എക്സ്റ്റേണൽ ലാബിലിറ്റീസിനെയും ക്ലോസ് ചെയ്യാം. എങ്ങനെ ക്ലോസ് ചെയ്യുന്നത്? ബൈ ക്രെഡിറ്റിംഗ് റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ടു റിയലൈസേഷൻ ആണ്. സോ ലാബിലിറ്റീസ് അക്കൗണ്ട് അപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ദെൻ ക്ലോസ് പ്രൊവിഷൻസ് ബൈ ക്രെഡിറ്റിംഗ് റിയലൈസേഷൻ അക്കൗണ്ട്. നിലവിലുള്ള ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ചില പ്രൊവിഷൻസ് ഉണ്ടാവാം. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, അങ്ങനെയുള്ള പ്രൊവിഷൻസ്. നമുക്ക് സാധാരണഗതിയിൽ വരുന്ന ഒരു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആണ്. അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ജേണൽ എൻട്രി പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അക്കൗണ്ട് അപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ദെൻ ഇപ്പോൾ നമ്മൾ അസറ്റ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തു റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്, ലാബിലിറ്റി എല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അതും ട്രാൻസ്ഫർ ചെയ്തു. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഈ റിയലൈസേഷൻ അക്കൗണ്ട് വഴി എല്ലാ അസറ്റിനെയും വിൽക്കണം. അതാണ് 4ാമത്തെ സ്റ്റേജ്. സെൽ ഓൾ അസറ്റ്സ്, ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. നമ്മൾ നോർമലായിട്ട് സാധാരണ സാഹചര്യങ്ങളിൽ ഒരു അസറ്റ് വിൽക്കുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റ് ടു അസറ്റ് അക്കൗണ്ട് എന്നാണ്. പക്ഷെ നമ്മളെല്ലാ അസറ്റുകളെയും ഇവിടെ ഈ കേസിൽ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അസറ്റ് വിൽക്കുമ്പോഴുള്ള ജേണൽ എൻട്രി ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് അപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്നാണ്. ദെൻ 5th സ്റ്റെപ്പാണ് പേ ഓഫ് ഓൾ ലാബിലിറ്റീസ്. അപ്പോൾ അസറ്റ് എല്ലാം വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ലാബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്യണം. അതിൻ്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? റിയലൈസേഷൻ അക്കൗണ്ട് അപ്റ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. നമ്മൾ സാധാരണ ഒരു ലാബിലിറ്റി പേ ഓഫ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ലാബിലിറ്റി അക്കൗണ്ട് അപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് ആണ്.
ഇവിടെ നമ്മൾ എല്ലാ ലാബിലിറ്റിയും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ദെൻ സിക്സ്ത്, ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഒരു അസറ്റ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. സ്ഥാപനം അടച്ചു പൂട്ടുകയാണ്, എന്നാൽ ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ കയ്യിലുള്ളൊരു വണ്ടി അത് ഞാൻ എടുത്തോളാം എന്നൊരു പാർട്ട്ണർ പറയുകയാണെങ്കിൽ ആ പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് സ്ഥാപനത്തിന് അതിന് പൈസ കിട്ടണം അല്ലേ? സ്ഥാപനത്തിലുള്ള ഒരാളായതുകൊണ്ട് നമ്മളത് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് നടത്തിയാൽ മതി, അഥവാ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്താൽ മതി. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് സ്ഥാപനത്തിൽ അത്രയും കുറയാണ് അല്ലേ? അപ്പോൾ ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഏതെങ്കിലും ഒരു അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്ന സാഹചര്യത്തിൽ ജേണൽ എൻട്രിയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. Then if a liability paid by a partner, journal entry realization account debt to partner's capital account. ഒരു പാർട്ട്ണർ ഏതെങ്കിലും ഒരു ലാബിലിറ്റിയെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ഥാപനം ആ പാർട്ട്ണർക്ക് അത്ര എമൗണ്ട് കൊടുക്കണം. ക്യാഷ് ആയി കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാം. അത്ര എമൗണ്ട് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറുന്നു. ദെൻ ട്രാൻസ്ഫർ ഓഫ് റിയലൈസേഷൻ പ്രോഫിറ്റ്, ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ലോസ് ആണെങ്കിലോ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ഈ ജേണൽ എൻട്രീസ് ഇതിൻ്റെ കൂടെ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഓരോന്നും മനസ്സിലാക്കിയിരിക്കണം. മൊത്തം ജേണൽ എൻട്രീസ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ വരാറില്ല, പക്ഷേ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഐറ്റത്തിൻ്റെ ജേണൽ എൻട്രീസ് എഴുതാൻ പറയാറുണ്ട്, അത് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ജേണൽ എൻട്രീസ് കൃത്യമായി മനസ്സിലാക്കുക. നമ്മളിത് ചെയ്യേണ്ടത് ആദ്യം അസറ്റിനെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ദെൻ എല്ലാ എക്സ്റ്റേണൽ ലാബിലിറ്റീസിനെയും ട്രാൻസ്ഫർ ചെയ്യുക, ദെൻ എല്ലാ അസറ്റുകളും വിൽക്കുക, ദെൻ എല്ലാ ലാബിലിറ്റീസും പേ ഓഫ് ചെയ്യുക. ഏതെങ്കിലും പാർട്ട്ണർ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ അത് പരിഗണിക്കണം. ഏതെങ്കിലും പാർട്ട്ണർ ഏതെങ്കിലും ലാബിലിറ്റി പേ ഓഫ് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കണം. ദെൻ ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റിയലൈസേഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിയലൈസേഷൻ ലോസ് ആണെങ്കിൽ ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ദെൻ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇതാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ആദ്യം എല്ലാ അസറ്റുകളും ഡെബിറ്റ് ചെയ്യുക. എവിടുന്ന് ഈ അസറ്റുകൾ കിട്ടുന്നത്? സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള ബാലൻസ് ഷീറ്റിലുള്ള അസറ്റുകളാണ്. എല്ലാ അസറ്റുകളും ആദ്യം ഡെബിറ്റ് ചെയ്യുക. എല്ലാ അസറ്റുകളും ഡെബിറ്റ് ചെയ്യുമ്പോൾ 3 ടൈപ്പ് അസറ്റുകളെ മാറ്റി നിർത്തേണ്ട കാര്യം മറക്കാതിരിക്കുക. ക്യാഷ്, ബാങ്ക്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റ്. ഓക്കെ. ദെൻ എല്ലാ ലാബിലിറ്റീസും ക്രെഡിറ്റ് ചെയ്യുക. സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന എല്ലാ എക്സ്റ്റേണൽ ലാബിലിറ്റീസിനെയും ക്രെഡിറ്റ് ചെയ്യുക. ദെൻ മൂന്നാമതായിട്ട് എല്ലാ അസറ്റുകളെയും വിൽപ്പന നടത്തുക, വിറ്റൊഴിവാക്കുക. നമ്മൾ ജേണൽ എൻട്രി പഠിച്ചു. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, അഥവാ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ എമൗണ്ട് രേഖപ്പെടുത്തുക. ഏതെങ്കിലും പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ ആണ്. സോ ഇവിടെ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടി വരിക. ആ എമൗണ്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം എല്ലാ ലാബിലിറ്റീസും പേ ഓഫ് ചെയ്യുക. റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ടും പേ ഓഫ് ചെയ്യുക. ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി നമുക്കറിയാം റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഏതെങ്കിലും ലാബിലിറ്റി പേ ഓഫ് ചെയ്യുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എഴുതേണ്ടത്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ഈ കൂട്ടത്തിൽ ഉൾപ്പെടണം. എമൗണ്ടുകൾ രേഖപ്പെടുത്തുക. ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ്, അതിനെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ റിയലൈസേഷൻ ലോസ് ആണ്, അതാണെങ്കിലും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ നമുക്കിന്ന് ചെറിയൊരു ഇല്ലസ്ട്രേഷൻ ഇതിൽ പ്രാക്ടീസ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സിൽ കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള ഒരു പ്രോബ്ലം നൽകാം. നോക്കുക. സുപ്രിയ ആൻഡ് മോണിക്ക ആർ പാർട്ട്നേഴ്സ് ഹു ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ഫോളോയിങ് ഇസ് ദ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ March 31, 2017. സുപ്രിയ, മോണിക്ക 2 പാർട്ട്നേഴ്സാണ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ് ലെസ് പ്രൊവിഷൻ, ഫിക്സഡ് അസറ്റ്സ്. ദെൻ സുപ്രിയാസ് ക്യാപിറ്റൽ, മോണിക്കാസ് ക്യാപിറ്റൽ, സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് റിസർവ് ഫണ്ട്. Then the firm was dissolved on March 31, 2017. Close the books of the firm with the following information. ഈ സ്ഥാപനം 2017 മാർച്ച് 31 അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. നമ്മളോട് ആവശ്യമായ അക്കൗണ്ടുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് ഈ കേസിൽ റിയലൈസേഷൻ അക്കൗണ്ട് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ തയ്യാറാക്കുന്നുള്ളൂ.
ഡെപ്റ്റേഴ്സ് റിയലൈസ്ഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. നമ്മുടെ ഡെപ്റ്റേഴ്സ് 5% ഡിസ്കൗണ്ടിലാണ് നമുക്ക് ക്യാഷ് കിട്ടിയത്. സ്റ്റോക്ക് റിയലൈസ്ഡ് ₹7,000. സ്റ്റോക്ക് വിറ്റപ്പോൾ കിട്ടിയ എമൗണ്ട് 7,000 രൂപയാണ്. ഫിക്സഡ് അസറ്റ്സ് റിയലൈസ്ഡ് ₹42,000. നമ്മുടെ 36,500 രൂപ വരെയുള്ള ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ 42,000 രൂപ കിട്ടി. റിയലൈസേഷൻ എക്സ്പെൻസ് 1,500 രൂപ ഈ റിയലൈസേഷൻ പ്രോസസ്സിന് വേണ്ടി ചിലവ് വന്നു. ക്രെഡിറ്റേഴ്സ് വെയർ പെയ്ഡ് ഇൻ ഫുൾ. സൺഡ്രി ക്രെഡിറ്റേഴ്സ് 48,000 ഉണ്ട്, അത് മുഴുവനായി അടച്ചു തീർത്തു. ഇതാണ് നമുക്കുള്ള വിവരങ്ങൾ. ഇതുപയോഗിച്ച് നമ്മൾ എങ്ങനെ ഒരു റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം നമുക്ക് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മുടെ ബാലൻസ് ഷീറ്റും അഡീഷണൽ ഇൻഫർമേഷനും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ അസറ്റുകളും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതിൻ്റെ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു അസറ്റ്സ് എന്നാണ്. നമുക്ക് ഓരോ അസറ്റായിട്ട് ഇങ്ങോട്ട് മാറ്റാം. ആദ്യം സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ളത് 7,500 രൂപ. സ്റ്റോക്കിന് റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. റിയലൈസേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട്. ദെൻ സൺഡ്രി ഡെപ്റ്റേഴ്സ് 21,500. സൺഡ്രി ഡെപ്റ്റേഴ്സ് എടുക്കുമ്പോൾ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നർ കോളത്തിലുള്ള ഈ എമൗണ്ട് ആണ് എടുക്കേണ്ടത്. പ്രൊവിഷൻ മൈനസ് ചെയ്ത എമൗണ്ട് ആണ് ഔട്ടർ കോളത്തിലെ എമൗണ്ട് കോളത്തിൽ കാണുക. പക്ഷേ നമ്മൾ ഡെപ്റ്റേഴ്സ് ആയിട്ട് എടുക്കേണ്ടത് 21,500 രൂപയാണ്. ദെൻ ഫിക്സഡ് അസറ്റ്സ് 36,500 രൂപ. ഇപ്പോൾ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തു. ഈ ബാലൻസ് ഷീറ്റിൽ കാണുന്ന അസറ്റുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്തു എക്സെപ്റ്റ് ക്യാഷ് ആൻഡ് ബാങ്ക് 40,500. അത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ദെൻ എല്ലാ എക്സ്റ്റേണൽ ലാബിലിറ്റീസിനെയും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. സൺഡ്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു റിയലൈസേഷൻ എമൗണ്ട് ₹48,000. ദെൻ നമ്മളൊരു പ്രൊവിഷൻ ഉണ്ട് ഇവിടെ. ഡെപ്റ്റേഴ്സിൻ്റെ പ്രൊവിഷൻ 500 രൂപയുണ്ട്. ഇത് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ എല്ലാ അസറ്റ് അക്കൗണ്ടും ലാബിലിറ്റി അക്കൗണ്ടും പ്രൊവിഷൻ അക്കൗണ്ടും നമ്മൾ ക്ലോസ് ചെയ്തു. എങ്ങനെ ക്ലോസ് ചെയ്ത്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട്. ഇനി ചെയ്യേണ്ടത് എല്ലാ അസറ്റുകളും വിൽപ്പന നടത്തണം. അസറ്റ് വിൽക്കുമ്പോഴുള്ള ജേണൽ എൻട്രി നമുക്കറിയാം. ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു റിയലൈസേഷൻ അഥവാ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് ബൈ ബാങ്ക് എന്തൊക്കെ അസറ്റാണ്? ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ആൻഡ് ഫിക്സഡ് അസറ്റ്സ്. അത് വിറ്റ് കിട്ടിയ എമൗണ്ടുകൾ നോക്കുക. ഡെപ്റ്റേഴ്സ് റിയലൈസ്ഡ് അറ്റ് 5% ഡിസ്കൗണ്ട് ആണ്. ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 21,500. അതിൽ നിന്ന് 5% മൈനസ് ചെയ്താൽ 20,425 രൂപയാണ് കിട്ടിയത്. ഇത് നമ്മൾ ഓരോ അസറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ബൈ ബാങ്ക് ബൈ ബാങ്ക് ബൈ ബാങ്ക് 3 തവണ ആയിട്ടും ഇവിടെ എഴുതാം, അതിന് കുഴപ്പമില്ല. ദെൻ ഡെപ്റ്റേഴ്സ് 20,425 രൂപയാണ് ക്യാഷ് കിട്ടിയത്. സ്റ്റോക്ക് റിയലൈസ്ഡ് ₹7,000. സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് വിറ്റ് കിട്ടിയത് 7,000 രൂപ. ദെൻ ഫിക്സഡ് അസറ്റ്സ് റിയലൈസ്ഡ് ₹42,000. 42,000 രൂപക്കാണ് ഫിക്സഡ് അസറ്റുകൾ വിറ്റത്. ടോട്ടൽ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ട് 69,425 രൂപ. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? അസറ്റ് വിറ്റ് കഴിഞ്ഞു. ലാബിലിറ്റീസ് പേ ഓഫ് ചെയ്യണം. റിയലൈസേഷൻ എക്സ്പെൻസ് തീർക്കണം. ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നു? ബാങ്ക് 1,500 രൂപ. ഇതെന്താണ്? റിയലൈസേഷൻ എക്സ്പെൻസ് ആണ് 1,500 രൂപ. റിയലൈസേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ₹1,500. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു ഔട്ട്സൈഡ് ലാബിലിറ്റി ഉണ്ട്. ഔട്ട്സൈഡ് ലാബിലിറ്റി തീർക്കണം അല്ലേ? ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ഫുൾ എന്നാണ് അതിൻ്റെ വിവരം നമുക്കുള്ളത്. ഫുൾ എന്ന് പറഞ്ഞാൽ 48,000 രൂപ. ടു ബാങ്ക് ₹48,000. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാൻ ഏത് സൈഡാണ് കൂടുതൽ നോക്കാം. നമുക്കറിയാം ബാലൻസ് ചെയ്യാൻ ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. 1,17,925. അതിനെ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. അതിൻ്റെ ഡിഫറൻസ് എത്ര രൂപയുണ്ടാവുക? 2,925 രൂപയാണ് റിയലൈസേഷൻ പ്രോഫിറ്റ്. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്, ഡെബിറ്റ് സൈഡ് കുറവാണ്. അപ്പോൾ വ്യത്യാസം 2,925. ഇതെന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. 2,925 × 3/5 1,755. 2,925 × 2/5 1,170. ഇങ്ങനെയാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിവിടെ തയ്യാറാക്കിയ സമയത്ത് ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് എഴുതാൻ മറന്നുപോയിട്ടുണ്ട്. നിങ്ങൾ എക്സാമിനേഷനിൽ ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഇത് എന്നല്ല ഏത് അക്കൗണ്ട് ആണെങ്കിലും ആ അക്കൗണ്ടിൻ്റെ പേര് കൃത്യമായി മുകളിൽ എഴുതാൻ മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു. നമുക്കിതിൻ്റെ ഒരു ഫുൾ പ്രോബ്ലം മറ്റൊരു ക്ലാസ്സിൽ തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്താണ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്താണ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്,
അതുപോലെ എങ്ങനെയാണ് ഒരു റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കിയത്. പ്രോബ്ലം വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു, ബൈ.